ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സിൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ക്രൈം ദ ഹണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ജനുവരി 1 2025 പുറത്തിറങ്ങുന്നത് അറിയിച്ചു. പിന്നെ റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ 10 days to go പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇന്ന് 9 days to go പോസ്റ്റർ വരും. എന്തായാലും ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ വന്നിട്ടില്ല. പിന്നെ സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5 വരാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ പോസ്റ്റർ വന്നു. പിന്നെ രുദ്രൻ എന്ന് പറഞ്ഞ പടത്തിലത്തെ രമേശ് വർമ്മയുടെ പേര് ഡോക്ടർ നരേന്ദ്രൻ എന്നുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ SDT 18 സായിധരം തേജിൻ്റെ 18ാമത്തെ പടത്തിൻ്റെ ഒരു കാർണേജ് എന്ന് പറഞ്ഞിട്ട് സംഭവം 12-ാം തീയതി എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ എന്തോ ഒരു അനൗൺസ്മെൻറ്റ് 11/7 ഇന്നലെ ഉണ്ടാവും എന്നുള്ള പറഞ്ഞിരുന്നു. അത് വേറെ ഒന്നുമില്ല, ഈ കാർണേജ് എന്ന് പറഞ്ഞ സംഭവം ലോഞ്ച് ചെയ്യുന്ന സമയത്ത് രാംചരൻ ഉണ്ടാവും അവിടെ ലോഞ്ച് ചെയ്യാനായിട്ട് എന്നുള്ള അറിയിച്ചുകൊണ്ടുള്ളൊരു പോസ്റ്ററാണ്. പിന്നെ അൽത്താഫ് സലീം ഫഹദ് ഫാസിലിനെ വെച്ചെടുക്കുന്ന പടമാണ് ഓടും കുതിര ചാടും കുതിര എന്ന് പറഞ്ഞിട്ടുള്ള പടം. അവിടത്തിൻ്റെ ഇപ്പോൾ ഫൈനൽ ഷെഡ്യൂൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ബാംഗ്ലൂർ വെച്ചിട്ട്. പിന്നെ ഡ്രിങ്കർ സായി എന്ന് പറഞ്ഞ പടത്തിൻ്റെ തിയേറ്ററിക്കൽ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ധ്രുവ എന്ന് പറഞ്ഞിട്ടുള്ള രാംചരൻ്റെ പടം ഇറങ്ങിയിട്ട് 8 വർഷമായിട്ടുണ്ട്. അപ്പോൾ 8 years of ധ്രുവ എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ വന്നു. പിന്നെ മാർക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഉണ്ണിമുന്തേ അഭിനയിച്ച പടത്തിലത്തെ പ്രൊമോ സോങ് 1 ആയിട്ടുള്ള മാർപ്പാപ്പ എന്ന് പറഞ്ഞ പ്രൊമോ സോങ്ങിൻ്റെ വീഡിയോ സോങ് വരും എന്ന് പറഞ്ഞിരുന്നു. അത് വന്നിട്ടുണ്ട്. വലിയ കാര്യമായിട്ടുള്ളൊന്നുമില്ല. പിന്നെ അളങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പടം വരുന്നുണ്ട്. അതിൻ്റെ ട്രെയിലറിന് രജനീകാന്ത് 5 മണിക്ക് പുറത്തിറക്കുന്നത് അറിയിച്ചു. പിന്നെ ജാട്ട് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ടീച്ചർ പുറത്തിറങ്ങിയിരുന്നു. അത് ഇപ്പോൾ 8 million+ വ്യൂസ് ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ റോയൽ എന്ന് പറഞ്ഞ പടം ജനുവരി 24 2025 പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചു. പിന്നെ ഡാക്കു മഹാരാജ് എന്ന് പറഞ്ഞിട്ടുള്ള നണ്ടമൂരി ബാലകൃഷ്ണൻ അഭിനയിക്കുന്ന പടത്തിൽ നിന്ന് ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. മ്യൂസിക് ഡയറക്ടറും ഹീറോയും കൂടി നിൽക്കുന്ന രീതിയിലുള്ള പോസ്റ്ററാണ്. പിന്നെ തിരുമാണിക്കെന്ന് പറഞ്ഞിട്ടുള്ള സമുദ്രക്കണി അഭിനയിച്ച പടം അവിടത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലാത്ത ട്രെയിലറായിട്ടാണ് തോന്നിയത്. എന്തായാലും ഡിസംബർ 27 പടം റിലീസാവുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ആൻഡ്രൂ ഗാർഫീൽഡും ശ്രദ്ധ കപൂറും നിന്നിട്ടുള്ള ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. രസമായിട്ട് തോന്നി, അതുകൊണ്ട് ജസ്റ്റ് കാണിച്ചു തന്നുള്ളൂ. പിന്നെ സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞിട്ടുള്ള പടം ഇപ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് 50 കോടി നേടി എന്നുള്ളത് കൺഫേം ആയിട്ടുണ്ട്. നോർമൽ ട്രാക്കിങ്ങിൽ കിട്ടിയിട്ടുള്ളതാണ് 50 കോടി എന്നുള്ളത്. എന്തായാലും കേരളത്തിൽ നിന്ന് മാത്രം 22.78 കോടിയാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ശങ്കർ എടുക്കുന്ന രാംചരൻ അഭിനയിക്കുന്ന പടം അവിടത്തിൻ്റെ USLത്തെ പ്രീമിയർ 9-ാം തീയതി അടക്കും എന്നുള്ള പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ബുക്കിംഗ് ഓപ്പൺ ആകാൻ പോകുന്നത് ഡിസംബർ 14-ാം തീയതി എന്നുള്ള അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഭൂത് ബംഗ്ലാ എന്ന് പറഞ്ഞിട്ടുള്ള അക്ഷയ് കുമാർ അഭിനയിക്കുന്ന പടം ഏപ്രിൽ 2-ാം തീയതി 2026 പുറത്തിറങ്ങുന്നുള്ള കൺഫേം ചെയ്തുകൊണ്ട് പോസ്റ്റർ ഇറക്കി. പിന്നെ UI ദ മൂവി ഉപേന്ദ്ര എടുക്കുന്ന പടമാണ്. ആ പടം ഡിസംബർ 20-ാം തീയതി റിലീസിനെത്താൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ 10 days to go എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ വന്നിട്ടുണ്ട്. ഈ പടത്തിന് എനിക്ക് വലിയ താല്പര്യമില്ല, മുന്നേ പറഞ്ഞിരുന്നത് തന്നെ, അതാണ് ഇപ്പോഴും പറയുന്നത്. പിന്നെ സോനു സൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആക്ടർ എടുക്കുന്ന പടമാണ് ഫത്തേഹ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടം. അതിൽ ആൾ തന്നെയാണ് നായകനായി വരുന്നത്. എന്തായാലും അതിൻ്റെ ടീച്ചർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ജനുവരി 10-ാം തീയതി 2025 പടം റിലീസാകാൻ പോകുന്നത്. ഈ കിൽ എന്ന് പറഞ്ഞിട്ടുള്ള വയലന്റ് പടം ഇറങ്ങിയതിനു ശേഷം ഇപ്പോൾ കുറേ വയലൻ്റ് ആയിട്ടുള്ള പടങ്ങൾ മുന്നേ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ പെട്ടതാണിത്. എന്തായാലും ടീച്ചർ രസമായിട്ട് തന്നെ തോന്നിയത്. പിന്നെ ബേബി ജോൺ എന്ന് പറഞ്ഞിട്ടുള്ള തെറി റീമേക്കായി വരുന്ന പടം വരുന്നവനാണ് പടത്തെ അഭിനയിക്കുന്നത്. എന്തായാലും അതിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ട്രെയിലറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തെറിയിൽ എന്തായിരുന്നു അത് തന്നെയാണ് സംഭവം ശരിക്ക്. പക്ഷേ ചെറിയ ചെറിയ ഡിഫറൻസൊക്കെ വരുത്തിയിട്ടുണ്ട്. വില്ലൻ്റെ കേസസിലാണ് മെയിനായിട്ട്. കാരണം വില്ലൻ നോർമലി മറ്റേ നാട്ടിലും പവർഫുള്ളായിട്ടാണ് ഇതിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ ഹിന്ദി ഫിലിമാണ്, അതിൻ്റേതായ കൂട്ടിച്ചേരുവകൾ ഉണ്ടായിരിക്കും. എന്തായാലും ട്രെയിലർ ഇപ്പോൾ 34 million+ വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട് എല്ലാ പ്ലാറ്റ്ഫോമിലത്തും കൂട്ടിയിട്ട്. പിന്നെ പടത്തിലൊരു ക്യാമിയോ ഉണ്ടാവും എന്നുള്ള പറഞ്ഞു കേട്ടായിരുന്നു. അത് സൽമാൻ ഖാൻ എന്നുള്ളതാണ് പറഞ്ഞു കേട്ടായിരുന്നു. എന്തായാലും ട്രെയിലറിൽ കാണിച്ചതിൽ എടുത്ത് നോക്കുമ്പോൾ സൽമാൻ ഖാൻ തന്നെ എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു ഫോട്ടോ ഇതിൽ കാണിക്കാം. പിന്നെ ദ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള രശ്മികാന്താൻ്റെ മെയിൻ കഥാപാത്രമായിരുന്ന പടത്തിൻ്റെ ടീച്ചർ പുറത്തിറങ്ങിയിരുന്നു. ഒരു നോർമൽ ടീച്ചറായിട്ടാണ് തോന്നിയത്. വലിയ കാര്യമായിട്ടുള്ളൊന്നും പറയാത്ത രീതിയിലുള്ള ഒരു ടീച്ചർ. എന്തായാലും പടത്തിന് മലയാളം ടീച്ചറൊക്കെ വന്നിരുന്നു. മലയാളം ഡബ്ബിങ് മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എങ്ങനെയുള്ള എന്തായാലും താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ടോവിനോ തോമസിൻ്റെ പടം ജനുവരി 16-ാം തീയതി 23-ാം തീയതി ആയിരിക്കും റിലീസ് ഉണ്ടാവുക എന്നുള്ള മുന്നേ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ കേൾക്കുന്നത് ജനുവരി 2-ാം തീയതി ആയിരിക്കും പടത്തിൻ്റെ റിലീസ് എന്നുള്ളതാണ്. ഇവർ എന്തായാലും ജനുവരിയിലാണ് റിലീസ് എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. ഡേറ്റ് അറിയിച്ചിട്ടില്ല. അത് 2-ാം തീയതി ആവുന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത്. പിന്നെ ബേസിൽ ജോസഫ് മരണമാസം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിങ്ങിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ അതിൻ്റെ ഷൂട്ട് കൂടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ആൾ ഒരു ബ്രേക്ക് എടുക്കാൻ പോകുക എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്ന് വെച്ചാൽ ആളുടെ അടുത്ത് ഡയറക്ഷൻ ചെയ്യാനുള്ള പടത്തിലേക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ബ്രേക്ക് എടുക്കുന്നത് എന്നുള്ളതാണ് കേൾക്കുന്നത്. ഏതായിരിക്കും പടം എന്നുള്ളതൊന്നും അറിയില്ല. എന്തായാലും അങ്ങനെ കേൾക്കുന്നുണ്ട്. പിന്നെ ഫഹദ് ഫാസിലിൻ്റെ ഹിന്ദിയിലൊരു പടം വരുമെന്ന് പറഞ്ഞിരുന്നു. ഇംതിയാസ് അലി എന്ന് പറഞ്ഞ ആളായിരിക്കും ഡയറക്റ്റ് ചെയ്യുക. അതേമാതിരി തൃപ്തി തിമ്പുരി ആയിരിക്കും നായിക എത്തുന്നുള്ളതൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും അതിൻ്റെ ഷൂട്ട് 2025 ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ 3 മാസത്തിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും മാസത്തിലായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ് കേൾക്കുന്നത്. ആ പടത്തിൻ്റെ പേരായി കേൾക്കുന്നത് ഇഡിയറ്റ്സ് ഓഫ് ഇസ്താംബുൾ എന്നുള്ള രീതിയിലാണ്. എന്തായാലും റോംകോം എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ജേണർ വരുന്നത്. ഇന്ത്യയിലും യൂറോപ്പിലായിരിക്കും പടം ഷൂട്ട് ചെയ്യുക എന്നുള്ളതും കേൾക്കുന്നുണ്ട്. ഫഹദ് ഫാസിലിൻ്റെ ആദ്യത്തെ പടം തന്നെ ഹിന്ദിയിലുള്ള ഹിറ്റ് ആവട്ടെ എന്ന് പ്രതീക്ഷിക്കാം. പിന്നെ സുരേഷ് ഗോപി ബബ്ബ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൽ ഒരു ക്യാമിയോ ചെയ്തെന്നുള്ള പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ദിലീപിൻ്റെ പടത്തിൽ ഏകദേശം കൺഫേമായ രീതിയിലൊക്കെ കേൾക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വരുമില്ല എന്നുള്ള പടം ഇറങ്ങി കഴിഞ്ഞാൽ എന്തായാലും അറിയാൻ പറ്റും. പിന്നെ മലയാളത്തിൽ ഫസ്റ്റ് സോംബി പടം വരാൻ പോവാണ്. അത് വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ആയിരിക്കും എടുക്കുക എന്നുള്ളതാണ് കേൾക്കുന്നത്. ഈ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറഞ്ഞ സംഭവം അനൗൺസ് ചെയ്തിരുന്നു. അതിൽ മിന്നൽ മുരളി പിന്നെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ അങ്ങനെ 2 പടങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറഞ്ഞ പടം റിലീസായിട്ടില്ല. ധ്യാൻ ശ്രീനിവാസ് അഭിനയിക്കുന്ന പടമാണ്. എന്തായാലും ആ പടം കഴിഞ്ഞിട്ട് 3-ാമത്തെ പടമായിരിക്കും ആ സോംബി പടമായിട്ടുള്ള പടം എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും ഈ സോംബി പടത്തേക്കുള്ള ആൾക്കാർ അവരൊക്കെ ക്യാമിയോസ് ആയിട്ട് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറഞ്ഞ പടത്തിൽ വരും എന്നുള്ള കേൾക്കുന്നുണ്ട്. അതിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞതുള്ളതും കേൾക്കുന്നുണ്ട്. ഇത് ഞാൻ കുറേ കാലമായിട്ട് ആലോചിക്കുന്ന സംഭവമാണ് മലയാളത്തിൽ എന്തൊരു സോംബി പടം വരാത്തെന്നുള്ളത്. അപ്പോൾ എന്തായാലും അത് നടക്കാൻ പോവുകയാണ്. വരുമ്പോൾ ഒരു ഗംഭീര സാധനമായിട്ട് വന്നാൽ മതിയായിരുന്നു. പിന്നെ തങ്കല എന്ന് പറഞ്ഞിട്ടുള്ള ജിയാൻ വിക്രം അഭിനയിച്ച പടം നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ സ്ട്രീമിംഗ് ആയിട്ടുണ്ട്. തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം ഈ 4 ഭാഷകളിലൊക്കെ ലഭ്യമായിട്ടുണ്ട്. കാണാൻ്റെവർക്ക് കണ്ടോക്കാവുന്നതാണ്. പിന്നെ വീരധീരസൂരൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ അടുത്ത് ഇറങ്ങാൻ പോണ പടം അവിടത്തിന് നല്ല പ്രതീക്ഷയുള്ള പടമാണ്. എന്തായാലും എൻ്റെ ടീച്ചർ ഇന്നലെ 6 മണിക്ക് വരും എന്ന് പറഞ്ഞിരുന്നു. വന്നിട്ടുണ്ട്. നല്ലൊരു ഗംഭീര ടീച്ചറായിട്ടാണ് തോന്നിയത്. ഇതിൽ സുരാജിനെയും എസ് എ സൂര്യനെയും ദുശല വിജയനെയും കാണിച്ചിട്ടുണ്ട്.
ടീച്ചറത്തെ BGM ഒക്കെ ഒരു രക്ഷം തരണ്ട. ജയപ്രകാശാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. എന്തായാലും നിങ്ങൾക്ക് ടീച്ചറിനെ കുറിച്ചുള്ള അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. പിന്നെ ടീച്ചർ ഇപ്പോൾ 5 മില്യൺ പ്ലസ് വ്യൂസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മമ്മൂട്ടി കമ്പനിയുടെ പ്രൊഡക്ഷൻ നമ്പർ 7 എന്ന് വെച്ചാൽ ജിതിൻ കെ ജോസ് എടുത്ത വിനായകനും മമ്മൂട്ടിയൊക്കെ നായകനായി എത്തിയ പടം. ആ പടത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറഞ്ഞ പടമാണ് മമ്മൂട്ടിയുടെ ആദ്യത്തെ അടുത്ത റിലീസിനെത്താളുള്ളത്. അപ്പോൾ ആ പടത്തിന്റെ ഒരു പാച്ച് ഷൂട്ട് നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. ഇനി പാച്ച് ഷൂട്ടാണോ അതോ മുന്നേ തന്നെ എന്തെങ്കിലും ഫോട്ടോ ആണെന്നുള്ള കൺഫേം ആയിട്ടില്ല. എന്തായാലും അങ്ങനെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ മോഹൻലാൽ MMMN എന്ന് പറഞ്ഞ പടത്തിൽ എന്ന് വെച്ചാൽ മമ്മൂട്ടി മോഹൻലാൽ മഹേഷ് നാരായൺ പടത്തിൽ താടി എടുത്തിട്ട് മീശ മാത്രം വെച്ചിട്ടുള്ള ലുക്കിൽ വരും എന്നുള്ള പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതേമാതിരി സത്യനന്ദിക്കാതെ എടുക്കുന്ന ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ പടത്തിലും അങ്ങനത്തെ ലുക്കിലായിരിക്കും വരിക എന്നുള്ള പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഗംഭീരമായിരിക്കും. ഓൾറെഡി MMMN എന്ന് പറഞ്ഞ പടത്തിൽ 2 ലുക്ക് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിലത്തെ ഒരു ലുക്കായിരിക്കും ഇത്. ഒന്ന് മറ്റേ താടി വെച്ചിട്ടുള്ള രീതിയിൽ തന്നെ ആയിരിക്കണം. പിന്നെ ജിത്തു മാധവനായിട്ട് മോഹൻലാലിന് ഒരു പടം ഉണ്ട് എന്നുള്ള പറഞ്ഞിട്ടായിരുന്നു. ആ പ്രോജക്റ്റ് കൺഫേം ആയി എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത്. അതേമാതിരി പടത്തിന്റെ ഷൂട്ടിംഗ് 2025 സെക്കൻഡ് ഹാഫിൽ എന്ന് വെച്ചാൽ ജൂലൈ മുതലുള്ള അങ്ങോട്ടുള്ള മാസങ്ങളിൽ ഏതെങ്കിലും മാസത്തിൽ സ്റ്റാർട്ട് ആവുന്നുള്ള കേൾക്കുന്നുണ്ട്. പിന്നെ SSMB 29 സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബുവിന്റെ 29ാമത്തെ പടത്തിന്റെ ഷൂട്ട് ജനുവരിയിൽ തുടങ്ങും എന്നുള്ള കൺഫേം ആയ രീതിയിലാണ് ഇപ്പോൾ കേൾക്കുന്നത്. അതേമാതിരി പടത്തിന്റെ ബഡ്ജറ്റ് 1000 കോടിയായിട്ടാണ് പറഞ്ഞു കേൾക്കുന്നത്. പടം 2 പാർട്ടിലാണ് വരുന്നത് എന്നുള്ളതും പറയുന്നുണ്ട്. ഈ 2 പാർട്ടിനും കൂടിയിട്ടാണ് 1000 കോടി എന്നുള്ളത് അറിയത്തില്ല. പിന്നെ ഈ പടം മൊത്തം കംപ്ലീറ്റ് ആവാൻ 6-8 വർഷം എടുക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബുവിൻ്റെ പടങ്ങൾ പടത്തൊന്നും പ്രതീക്ഷിക്കണ്ട. അതേമാതിരി രാജമൗലിയുടെ പടമായാലും പടത്തൊന്നും പ്രതീക്ഷിക്കണ്ട. പിന്നെ ഈ RRR ഇറങ്ങിയിട്ട് എത്ര വർഷമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവർ ഇതിൻ്റെ ഒരു ഡോക്യുമെൻ്ററി ഫിലിം പുറത്തിറക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ബിഹൈൻഡ് ദ സീനും ഒക്കെ കൂടിയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു ഡോക്യുമെൻ്ററി ഫിലിം. അത് ഈ ഡിസംബറിൽ റിലീസാവുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. RRR ബിഹൈൻഡ് ആൻഡ് ബിയോണ്ട് എന്നുള്ള രീതിയിലാണ് ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ പുഷ്പ 2 ദ റൂൾ എന്ന് പറഞ്ഞ ഓസ്ട്രേലിയയിൽ നിന്ന് വീക്കെൻഡ് കഴിയുമ്പോൾ 2.32 മില്യൺ പ്ലസ് ആണ് കളക്ഷൻ നേടിയിട്ടുള്ളത്. അതേമാതിരി ന്യൂസിലൻഡിൽ നിന്ന് 412K പ്ലസ് ആണ് വീക്കെൻഡിൽ നിന്ന് കളക്ഷൻ നേടിയിട്ടുള്ളത്. പിന്നെ ഹിന്ദിയിൽ നിന്ന് മാത്രം വീക്കെൻഡ് കഴിയുമ്പോൾ 291 കോടിയാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 290, 300 ആ ലെവലിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. എന്തായാലും 4ാമത്തെ ദിവസം 86 കോടിയാണ് നേടിയിട്ടുള്ളത്. അങ്ങനെ മൊത്തം വീക്കെൻഡ് കഴിയുമ്പോൾ 4 ദിവസം കഴിയുമ്പോൾ 829 കോടിയാണ് വേൾഡ് വൈഡ് ആയിട്ട് നേടിയിട്ടുള്ളതെന്നാണ് അവർ കൺഫേം ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അല്ലു അർജുൻ്റെ കരിയറിൽ ഫസ്റ്റത്തെ 1000 കോടി തന്നെയായിരിക്കും ഈ പടം. ഇന്ത്യയിലൊക്കെ ടിക്കറ്റ് ഒന്നും കിട്ടാനില്ല എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വീഡിയോ കാണാണ്ട്, അത്രയ്ക്ക് ക്രൈസാണ് അവിടെ. പിന്നെ തമിഴ്നാട്ടിന് വീക്കെൻഡ് കഴിയുമ്പോൾ 41.50 കോടിയാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതും കേൾക്കുന്നുണ്ട്. പിന്നെ നോർത്ത് അമേരിക്കയിൽ നിന്ന് ഇപ്പോൾ 10 മില്യൺ പ്ലസ് കളക്ഷൻ ആയിട്ടുണ്ട്. പിന്നെ സുകുമാറിൻ്റെ അടുത്ത കഴിഞ്ഞ് റിലീസിനെത്താൻ പോണ പടം RC17 എന്ന് പറഞ്ഞിട്ടുള്ള പടമാണ്. ചില രാംചരൻ വെച്ചിട്ട് സുകുമാർ എടുക്കുന്ന പടമാണ്. അത് മുന്നേ തന്നെ അനൗൺസ് ചെയ്തായിരുന്നു. ദേവ്ശ്രീ പ്രസാദ് ആയിരിക്കും അതിൽ മ്യൂസിക് ചെയ്യാന്നുള്ളതൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും ഇനി രാംചരൻ RC16 ഗുച്ചി ബാബുസാന എന്ന് പറഞ്ഞ ആൾ ഡയറക്ഷൻ ചെയ്യുന്ന പടത്തിലാണ് ജോയിൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞാലാണ് ഇത് ഉണ്ടാവുള്ളൂ. എന്തായാലും ഈ പടത്തിൻ്റെ ജേണറായി പറഞ്ഞു കേൾക്കുന്നത് ആക്ഷൻ ഡ്രാമ എന്നുള്ള രീതിയിലാണ്. എന്നുവെച്ചാൽ പുഷ്പടൊക്കെ പോലെ അങ്ങനത്തെ ഒരു ജേണറിൽ പെട്ടായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.